മന്ത്രി കെ.സി. ജോസഫിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഇരിക്കൂറിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രവർത്തകർ ഇരിക്കൂർ ബ്ലാത്തൂർ റോഡ് ഉപരോധിക്കുകയാണ്. ഔദ്യോഗിക പരിപാടികൾക്കായി മന്ത്രി ഇന്ന് കണ്ണൂരിൽ എത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ലെനിൻ ചേരുന്നു. ലെനിൻ, നേരത്തെ കണ്ട പോസ്റ്റർ പ്രതിഷേധത്തിൽ നിന്ന് പരസ്യ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുകയാണ്. തീർച്ചയായിട്ടും കിഷോർ, കഴിഞ്ഞ 35 വർഷമായി കെ.സി. തന്നെയാണ് ഇരിക്കൂറിന്റെ MLA. അതുകൊണ്ട് തങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കെ.സി. ജോസഫിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ ഇരിക്കൂർ ബ്ലാത്തൂർ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തങ്ങളുടെ 2 തലമുറകളായിട്ട് കെ.സി. ജോസഫിനാണ് വോട്ട് ചെയ്യുന്നത്. തങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. ഇരിക്കൂർ തകരുകയാണ്, കേരളം വളരുമ്പോൾ ഇരിക്കൂർ തകരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം നയിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നൌഷാദ് ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിക്കാൻ? തീർച്ചയായും സാറേ, 35 വർഷമായി അദ്ദേഹം ഇരിക്കൂർ വയ്ക്കുന്നത്. ഇരിക്കൂർ ഒരു വികസനം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈ റോഡ് 10-40 വർഷമായി ഫുൾ ടാർ ചെയ്തിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ട് ഒഴിവാക്കാണ് പതിവ്. സാറ് വരുമ്പോൾ റോഡിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം വേണം. അദ്ദേഹം മാറി യുവത്വം വരണം ഇങ്ങോട്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു നേതാവ് ഇരിക്കൂറിലേക്ക് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ഇപ്പോൾ നൌഷാദ് പറഞ്ഞതുപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും മൊത്തം KSU അടക്കമുള്ള കോൺഗ്രസ് സംഘടനകളുടെ ഒരു ആരോപണമുള്ളത്. യുവത്വം കടന്നു വരട്ടെ എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കെ.സി. ജോസഫിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ചൂതൂർക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, യുവത്വം വരുന്നതിന് താൻ എതിരല്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്നാൽ പ്രതിഷേധം ഇപ്പോഴും ഇരിക്കൂറിൽ ശക്തമാവുക തന്നെയാണ്. കിഷോർ, ശരി ലെനിൻ.